ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. കറണ്ട് സിറ്റുവേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ടു ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, ഓവറോൾ എനർജി. ഇനി നിങ്ങളുടെ എനർജിയിലെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് കാണിക്കാൻ പാടില്ല, നമുക്ക് നോക്കാം. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്കൊരു കാർഡ് എടുക്കാം. അതേ കാർഡ് തന്നെയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് നേരത്തെ വന്നത് ഇതേ കാർഡ്, ഇപ്പോൾ കിട്ടിയതും നമുക്ക് ഇതേ കാർഡ് തന്നെയാണ് കേട്ടോ. 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. നമുക്കിവിടെ ജസ്റ്റിസൊക്കെ വന്നിട്ടുണ്ട്. ഒരു നീതിയുടെ കാർഡാണിത് കേട്ടോ, ജസ്റ്റിസ്. നമുക്ക് നോക്കാം ഈ ഒരു ബന്ധത്തിൽ നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇവിടെ ഒരു നീതിയുടെ കാർഡ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് 2 ഓഫ് ഷോർട്സ് ആണ്. ആൾക്കൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ എനർജി നോക്കുന്ന സമയത്ത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ ആൾ എംപ്രസിൻ എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി കേട്ടോ. കെയർ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ നമുക്ക് കാണാം 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അതുപോലെ എംപ്രസ് എനർജി കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അത്രയധികം കെയർ ചെയ്തു, സപ്പോർട്ട് ചെയ്തു, നിങ്ങളെ സഹായിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ നിങ്ങളെ അല്ലായിരിക്കും ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നത് ഈ ഒരു വ്യക്തിയുടെ വരവോട് കൂടിയായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായത്. ആ ഒരു സ്നേഹത്തിൻ്റെ വില അറിഞ്ഞത് ശരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴായിരിക്കാം. സ്നേഹം എന്താണ്, സ്നേഹത്തിൻ്റെ വില എത്രമാത്രം ഉണ്ട്, ഇതുവരെ കിട്ടാത്തൊരു സ്നേഹമായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിരുന്നത്. ആരോടും തോന്നാത്തൊരു ഇഷ്ടമായിരിക്കാം, ആ ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഇവിടെ പറയാൻ കാരണം നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളെ കൂടുതൽ അലട്ടുന്നത്. അതായത് ഇത്രയും നാളിപ്പോൾ നിങ്ങൾ ഈ കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്, ബ്രേക്കപ്പ് ആണ്, യാതൊരു തരത്തിലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് അടുക്കുന്നില്ല. കാരണം ഇത് 2 ഓഫ് ഷോർട്സാണ് വന്നിരിക്കുന്നത്. ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആൾ കണ്ണ് കെട്ടിയൊരു അവസ്ഥയിലാണ്, ആൾ നിങ്ങളിലേക്ക് അടുക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ ഭയങ്കര ഫീലാണ്. കാരണം അതുപോലെ നിന്ന ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ അത്രത്തോളം മുന്നോട്ട് പോയിരുന്ന ഒരു കണക്ഷനാണ്. നിങ്ങൾക്ക്
നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും തോന്നാത്തൊരു ഫീൽ ഈ വ്യക്തിക്ക് നിങ്ങളടുത്തും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വ്യക്തിയടുത്തും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ആയിരുന്നു നിങ്ങൾ എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതില്ലാതായപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലാണ് എനിക്കിവിടെ നിങ്ങളിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അത്രത്തോളം മാനസികമായിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കൊണ്ടുവന്നൊരു ബന്ധം ഒറ്റയടിക്ക് ഇല്ലാണ്ടായാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത്രത്തോളം നിങ്ങൾ പടുത്തുയർത്തി കൊണ്ടുവന്ന് അവസാനം അത് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ആയ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സിൽ നോക്കുമ്പോൾ ഏസ് ഓഫ് വാൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു തുടക്കം നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണുന്നത് വേൾഡ് കാർഡാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കിവിടെ എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ അവരുടെ യഥാർത്ഥ പാർട്ട്ണർ പോലെ അത്രത്തോളം നിങ്ങളെ കെയർ ചെയ്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും ഈ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. ആ വേൾഡ് കാർഡാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് കണ്ടു, ചാരിയറ്റാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആൾ മാറി നിൽക്കുക, ആൾക്കൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ആളെ സംബന്ധിച്ച് പറയാനുള്ളത് കേട്ടോ. കാരണം ആൾക്ക് പല പല പ്രശ്നങ്ങളും ആൾ നേരിടുന്നു എന്നത് ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഇതിന് പിന്നിൽ. പക്ഷെ ആൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ്. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി ആലോചിച്ച്, അതായത് ഫ്യൂച്ചറിലെങ്കിലും ആൾ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഒരിക്കലും ആൾക്ക് മറക്കാനോ, കാരണം ആൾ കഴിഞ്ഞത് എന്താണോ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് ആൾ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്, ആൾ ഭയങ്കര ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ആളുടെ ചിന്തകൾ. അപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ആൾ കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു കാര്യത്തിൽ ആൾക്ക് നിങ്ങളോട് ക്ഷമ പറയണം എന്നൊക്കെ ഉണ്ട് ആൾക്ക് കേട്ടോ. എന്തോ ഒരു കാര്യം ആൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം ആൾക്ക് ഒറ്റപ്പെട്ടൊരു ഫീലാണ്. ആൾക്കൊരു മനസ്സമാധാനം ഇല്ലാത്തൊരു ഇതാണ് കാണുന്നത് എനിക്ക്. നിങ്ങളോട് എന്തോ ഒരു ക്ഷമാപണം നടത്തണം എന്നൊക്കെ ഉണ്ട് ആൾക്ക്. എന്തൊക്കെയോ രീതിയിൽ ആൾക്ക് നിങ്ങളോടത്ത് ക്ഷമ ചോദിക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് ആളുള്ളത് കേട്ടോ. ഫ്യൂച്ചറിൽ അത് വരും എന്തായാലും. ആൾ നിങ്ങളിലേക്ക് വരും, ആക്ഷൻ എടുത്ത് വരും എന്നാണ് കാണുന്നത്. ഒരു ക്ഷമ പറയും, അല്ലെങ്കിൽ സോറി എങ്കിലും ആൾ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ അവരുടെ ഓവറോൾ എനർജിയിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ സമയത്ത് പോലും അവരെങ്ങനെയാണോ നിൽക്കുന്നത് അവിടെയൊക്കെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ഫാമിലിയിൽ എങ്ങനെയായാലും ശരി, ഏത് രീതിയിലാണോ അവരുള്ളത് ഇപ്പോൾ. കാരണം ഈ വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയതുപോലെ ഫീൽ ചെയ്യും ആളെ കണ്ടാൽ. ആൾക്കൊരു പ്രശ്നമില്ല, ആൾ ഓക്കെ ആണ്. പക്ഷെ ആളുടെ ഉള്ളിൽ ആൾ നിങ്ങളെ ഭയങ്കര മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഭയങ്കര പെയിനാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡിപ്രഷൻ അടിക്കുകയാണ് നിങ്ങൾ. ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ വ്യക്തിയോടൊപ്പം ആവണം എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ഇതിനൊരു റീബർത്ത് ഉണ്ടാകും. ഡെത്താണിപ്പോൾ അത്രയും അവസ്ഥ. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിനൊരു റീബർത്ത് ഉണ്ടാകും, ഇത് ശരിയാകും എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ആൾക്ക് നിങ്ങളോട് ഭയങ്കര ഫീലിങ്സ് തന്നെയാണ്. പക്ഷേ എന്തോ ഒരു ഫിനാൻഷ്യൽസ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇടപാട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അത് കാണുന്നുണ്ട്. എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ്. എല്ലാവർക്കല്ല, അത് കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾക്ക്
ആളുടെ ചിന്തയിൽ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമാണോ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വന്നത്? കാണുന്നുണ്ട് ആൾക്ക് ഒരു എന്താ പറയുക, ആളുടെ ഫീലിങ്സിൽ നോക്കുന്ന സമയത്ത് ആൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പൈസയുടെ കാര്യമാണ് ഭയങ്കര, അത് ആലോചിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമാണ്. ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര അതൊരു ഫീലിങ്സിലേക്ക് വരുന്നുണ്ട്. ആൾക്ക് ഭയങ്കര മൂഡ് ഔട്ട് വരുന്നുണ്ട്. അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അത് എനിക്ക് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ആൾക്ക് വലിയൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. വലിയൊരു, നിങ്ങളില്ലാതെ ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ആളുടെ മൈൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പാടാണ്, അല്ലെങ്കിൽ റിസ്ക് ആണ്, നിങ്ങൾ വേണം ആളുടെ കൂടെ. നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ മൊത്തത്തിൽ തളർത്തും. ആളുടെ ചിന്താഗതിയെ പോലും അത് തളർത്തും. ആളുടെ മെൻ്റലി ഫിസിക്കലി എല്ലാം ആൾ തളർന്നു പോകുമെന്നുള്ള, ഇമോഷണലി ഒക്കെ ആൾ തളർന്നു പോകുമെന്ന് ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ. കാരണം അതാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടുതലും കേട്ടോ. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇത് ശരിയാകും എന്നുള്ള ഒരു കാർഡ്സാണ് കേട്ടോ. ഇത് ഫ്യൂച്ചറിലേക്ക് ഇത് കടക്കും തോറും ഈ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും കേട്ടോ. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്താണോ പ്രശ്നം, ചില സാഹചര്യത്തിൽ പറയാൻ തേർഡ് പാർട്ടി ആയിരിക്കാം ഇതിന് പിന്നിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഫിനാൻസ് സംബന്ധമായ കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അത് ഫ്യൂച്ചറിൽ അത് മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രശ്നം മാറും, പഴയ പോലെ നിങ്ങളാകും. സണ്ണാണ്, ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിൽ കേട്ടോ. അപ്പോൾ ആൾ എന്തെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൾ ക്ഷമാപണം നടത്തും കേട്ടോ. ഫ്യൂച്ചറിൽ നിങ്ങൾ അരികിലേക്ക് വരും, ആൾ ആക്ഷൻ എടുക്കും. ക്ഷമ പറയേണ്ടടുത്ത് ആൾ ക്ഷമ പറയും. അത് ഒത്തുതീർപ്പിലേക്ക് വരും കാര്യങ്ങൾ കേട്ടോ. അത് കുറച്ച് പേർക്കേ അങ്ങനെ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയായാലും ഇത് ശരിയായി വരും കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സംബന്ധമായ പ്രശ്നമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സംബന്ധമായ പ്രശ്നമോ, തേർഡ് പാർട്ടി എന്ന് പറയുക ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി ആയിട്ട് അങ്ങനെ കാർഡ്സ് വരുന്നില്ല. അത് കൂടുതലും എനിക്ക് സിറ്റുവേഷനായിട്ടാണ് കൂടുതൽ എനിക്കിവിടെ കാണുന്നത്. ഫാമിലി സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ പറയണമെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി ആയിരിക്കാം, ഈ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതാണ് എനിക്ക് കൂടുതലും എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറും എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ അതൊക്കെ മാറി ശരിയാകും. നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട് കേട്ടോ. ഈ വ്യക്തിയുമായിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ ഫ്യൂച്ചറിൽ നല്ലൊരു ജീവിതം നയിക്കും. ആൾ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും ഫ്യൂച്ചറിൽ കേട്ടോ. ഇനിയിപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ളവർക്കായാലും ലവേഴ്സിനായാലും ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് ഫ്യൂച്ചറിൽ നിങ്ങൾ ശരിയാകും. നിങ്ങൾ ഇപ്പോൾ വിട്ട് നിൽക്കുകയാണെങ്കിൽ ശരി, ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ എടുത്ത് പറയാനുള്ളത്. കാരണം ആ കാർഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയായി വരും. ഇനി ഫാമിലി പ്രശ്നമാണെങ്കിൽ അതും ഫ്യൂച്ചറിൽ അത് ശരിയായി വരും കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ജസ്റ്റിസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്, അതെന്തിനാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഈ ബന്ധത്തിന് നീതി കിട്ടും എന്ന് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ടെന്ന്, അത് സൺ എനർജി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് എടുത്തു നോക്കിയപ്പോൾ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം സൺ എനർജിയാണ്. നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് നീതി കിട്ടും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ ജെന്യൂനായിട്ട് നിന്നതിനും നിങ്ങളുടെ ഈ ബന്ധത്തിൽ അത്രയ്ക്കും നിങ്ങൾ എഫേർട്ട് എടുത്തതിനും യൂണിവേഴ്സ് അറിയാം. യൂണിവേഴ്സ് ബന്ധമാണ്, അപ്പോൾ അതെല്ലാം ശരിയാക്കി തരും കേട്ടോ. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നീതി തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതും കേട്ടോ. അവരെന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് അവർ മാപ്പ് നിങ്ങളടുത്ത് പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിയായി വരും കാര്യങ്ങൾ. ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. റിയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. സ്റ്റുഡൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ചിത്തിര 38 ആണ് വന്നിരിക്കുന്നത്.
മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. പർപ്പിൾ കളർ സെപ്റ്റംബർ. ലോയർ ആയിരിക്കാം. പാലക്കാട്. ഡ്രൈവർ. ഭരണി നക്ഷത്രം. ബ്യൂട്ടീഷ്യനാണ്. ലെറ്റർ പി. കോട്ടയം. തൃക്കേട്ട. ഫാനിൻ കാറ്റിന് അങ്ങനെ പാറുന്നു. വൈറ്റ് കളർ. ഒക്ടോബർ. ലെറ്റർ എ ആണ്. ലെറ്റർ എൽ ആണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഉത്രട്ടാതി. ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ബി ആണ്. ക്യൂ ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ. ഇടുക്കി. 33. വൈ. ലെറ്റർ വൈ. തിരുവാതിര. ലെറ്റർ ഡി ആണ്. ലോയർ. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ബ്ലാക്ക് കളർ. 46. എനിക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിട്ടൊന്നും ആൾ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നേരെ നിൽക്കുന്നില്ലെങ്കിൽ ആൾ അത് നിൽക്കും കേട്ടോ. അത് ആ സമയമാകുമ്പോൾ ആ സമയത്ത്, അതായത് ഫ്യൂച്ചറിൽ ആൾ ശരിയായിട്ട് വരും കേട്ടോ. എന്തെങ്കിലും കാര്യത്തിൽ ആൾ ഇപ്പോൾ നിങ്ങൾ എനിക്കിവിടെ റിയൂണിയനൊക്കെ വന്ന സ്ഥിതിക്കും ആൾ എന്താ പറയുക, ഇവിടെ മാരേജൊക്കെ പോസിബിളായിട്ട് തന്നെ വരും കേട്ടോ. ഇത് കാര്യം എല്ലാം ശരിയായി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യത്തിൽ ഈ വ്യക്തി ഫ്യൂച്ചറിൽ എന്തായാലും ശരി ആൾ കമ്മിറ്റ്മെൻറ്റ് തരും. അതുപോലെ ഒരു വിവാഹത്തിൻ്റെ കാർഡൊക്കെയാണിത് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ ശരിയായിട്ട് വരും കേട്ടോ. കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ സംഭവിക്കും. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളെടുത്ത് ഇപ്പോൾ ആൾ ഒന്നിനൊരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ, ഫാമിലി സമ്മതിക്കാത്ത വിധത്തിലൊക്കെ ഒരു ആക്ഷനും ആളുടെ ഭാഗത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ അത് പിന്നീട് അത് ശരിയായി വരും കേട്ടോ. എല്ലാ രീതിയിലും കൊണ്ട് എല്ലാം ഇത് നല്ല ഒരു മംഗളകരമായി സംഭവിക്കുന്നതാണ്. മംഗളകരമാകും കേട്ടോ. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് വരും എന്നാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്